ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആവശ്യമായത് ക്യാരറ്റ് കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത്, കാന്താരിമുളക്, കുറച്ച് ഉലുവ പൊടിച്ചത്, വിനീഗർ, കുറച്ച് നല്ലെണ്ണയാണ് വയ്ക്കുന്നത് കേട്ടോ. ഈ അച്ചാർ ഐറ്റംസൊക്കെ നല്ലെണ്ണയിൽ വയ്ക്കുന്നതാണ് നല്ലത് കൂടുതൽ. നമുക്ക് തുടങ്ങാം. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അച്ചാറിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. കൂടുതലിരിക്കട്ടെ, കാരണം ഉപ്പിലല്ല ഇത് അരിഞ്ഞു വെച്ചത്, അതുകൊണ്ട് ഇതിലാണ് ഉപ്പ് ചേർക്കുന്നത്. ക്യാരറ്റ് ശകലം വെന്തതിന് ശേഷം നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. കാന്താരി മുളക് ഇപ്പോഴേ ഇട്ടാം. കാന്താരി മുളകിട്ട് ഇളക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. മുളകിൻ്റെ പച്ചച്ചവ മാറുന്നവരെ ഒന്ന് വശക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വിനീഗർ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വിനീഗറാണ് ഉപയോഗിക്കുന്നത്, വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഇല്ലാത്തവർക്ക് നാരങ്ങ നീരുണ്ടല്ലോ, ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കൂട്ടുകാരി, അങ്ങനെ നമ്മുടെ ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വ്യത്യസ്തമായൊരു അച്ചാറാണ് ക്യാരറ്റ് അച്ചാർ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ. എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ.